നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. പ്രതിഷേധവും പ്രതിരോധവും. അക്രമരാഷ്ട്രീയത്തിൽ പരസ്പരം രാഷ്ട്രീയ മുതലെടുപ്പിന് കരുനീക്കി ബിജെപിയും സിപിഎമ്മും. തലസ്ഥാനത്ത് കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ രാജേഷിന്റെ വസതിയിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ സന്ദർശനം. അതേസമയം ബിജെപി അക്രമങ്ങൾക്കെതിരെ രാജ്ഭവന് മുന്നിൽ സിപിഎം നേതാക്കളുടെ സത്യാഗ്രഹവും. അക്രമ സംഭവങ്ങളിൽ സിപിഎമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്തി വ്യാപകമായ പ്രചരണത്തിന് തയ്യാറെടുത്ത് ബിജെപി. കൊല്ലപ്പെട്ട രാജേഷിന്റെ ബന്ധുക്കളെ സന്ദർശിച്ച ജെയ്റ്റ്ലിയുടെ സാന്നിധ്യം അനുസ്മരണ സമ്മേളനത്തിലും. വിഷയം ദേശീയതലത്തിൽ ചർച്ചയാക്കാനുള്ള പാർട്ടി തീരുമാനത്തിലേക്ക് വിരൽ ചൂണ്ടി ജെയ്റ്റ്ലിക്കൊപ്പം ദേശീയ മാധ്യമങ്ങളുടെ വൻ സംഘവും. എന്നാൽ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ടുള്ള ബിജെപി നീക്കത്തിനു തടയിടാൻ ഉറച്ച് സിപിഎം. രാജ്ഭവന് മുന്നിലെ സത്യഗ്രഹ പന്തലിൽ ബിജെപി അക്രമത്തിൽ കൊല്ലപ്പെട്ട പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളും. ബിജെപിയുടെ ഗൂഢലക്ഷ്യം മെഡിക്കൽ കോഴ അഴിമതി മൂടിവെക്കാനെന്ന് കോടിയേരി. വിടാതെ തുടരുന്ന വിവാദം. മതസ്പർദ്ധ വളർത്തുന്ന പരാമർശത്തിൽ മുൻ പോലീസ് മേധാവി TP സെൻകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ്. ഹൈക്കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ച സെൻകുമാറിനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയായിരുന്നു. കേസിൽ മുൻ DGP സൈബർ സെല്ലിന് മുമ്പാകെ ഹാജരായത് ജൂലൈ 29-ന്. ആഹ്ലാദത്തിൽ അൻവാർ ഷേരി. അനിശ്ചിതത്വം കടന്ന് ഒടുവിൽ അബ്ദുൽ നാസർ മദനി ഇന്നെത്തും. മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും അമ്മയെ കാണുന്നതിനുമായി കേരളത്തിൽ തങ്ങാൻ സുപ്രീം കോടതി മദനിക്ക് നൽകിയ സമയം ഈ മാസം 19 വരെ. മദനി നാട്ടിലെത്തുന്നത് യാത്ര മുടക്കാൻ കർണാടക പോലീസ് നടത്തിയ ശ്രമങ്ങളെ കോടതി ഉത്തരവിലൂടെ മറികടന്ന്. സുരക്ഷാ ജീവനക്കാർക്കും സഹായികൾക്കുമൊപ്പം മദനി ബംഗളൂരുവിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് 2:20-ന്. എയർ ഏഷ്യ ഫ്ലൈറ്റിൽ 3:30 നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്ന മദനി കാറിൽ കൊല്ലം കരുനാഗപ്പള്ളി അൻവാർശ്ശേരിയിലേക്ക് പോകും. കേരളത്തിലെ സുരക്ഷാ ചെലവുകൾക്കായി മദനി കർണാടക പോലീസിന് നൽകേണ്ടത് 1.18 ലക്ഷം രൂപ. സുരക്ഷയ്ക്കായി ആദ്യം 15 ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ട കർണാടക സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയത് രൂക്ഷ വിമർശനം. അബ്ദുൽ നാസർ മദനിയുടെ മൂത്ത പുത്രൻ ഉമർ മുക്തറിന്റെ വിവാഹം ബുധനാഴ്ച രാവിലെ തലശ്ശേരി ടൗൺ ഹാളിൽ. മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്ന മദനി വെള്ളിയാഴ്ച വൈകിട്ട് കൊല്ലത്ത് നടക്കുന്ന വിവാഹ വിരുന്നിലും സംബന്ധിക്കും. മദനിയെ സ്വീകരിക്കാൻ ഒരുങ്ങി അൻവാർശ്ശേരി. കുരുക്കിടാൻ കുറ്റപത്രം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങവെ ജാമ്യാപേക്ഷയുമായി നടൻ നാളെ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചേക്കും. ദിലീപിനെതിരെ കടുത്ത വകുപ്പുകൾ ചുമത്തിയുള്ള കുറ്റപത്രം ഗൂഢാലോചന കേസിലെ തെളിവ് ശേഖരണം ഏറെക്കുറെ പൂർത്തിയായ സാഹചര്യത്തിൽ. ഗൂഢാലോചന തെളിയിക്കുന്നതിൽ നിർണായകമായ സാഹചര്യ തെളിവുകൾ ശേഖരിക്കുന്ന ജോലി അന്തിമഘട്ടത്തിലെന്ന് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായി നാദിർഷയുടെയും അപ്പുണ്ണിയുടെയും മൊഴികൾ വീണ്ടും ശേഖരിക്കും. ബൈ ബൈ ബോൾട്ട്. വേഗതയുടെ ട്രാക്കിൽ നിന്ന് ബോൾട്ടിന് പരാജയത്തോടെ മടക്കം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ജമൈക്കൻ ഇതിഹാസ താരം ഉസൈൻ ബോൾട്ടിന് വിടവാങ്ങൽ മത്സരം നൽകിയത് വെങ്കലം മാത്രം. 100 മീറ്ററിൽ ബോൾട്ടിനെ മുട്ടുകുത്തിച്ച അമേരിക്കൻ താരം ജസ്റ്റിൻ ഗാട്ലിൻ ചരിത്രം എഴുതിയത് 9.92 സെക്കൻഡിൽ. ബോൾട്ടിന് ലോകത്തിന്റെ ബൈ ബൈ. അപരാജിതനായ വേഗരാജാവിനെയും ആരാധകരെയും ഞെട്ടിച്ച മത്സരത്തിൽ സ്വർണം കൈവിട്ട ബോൾട്ടിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളിയത് അമേരിക്കൻ താരം തന്നെയായ ക്രിസ്റ്റിൻ കോൾമാൻ. കോൾമാൻ കുറിച്ച 9.94 സെക്കൻഡിനും പിന്നിൽ ബോൾട്ട് ഓട്ടം പൂർത്തിയാക്കിയത് 9.95 സെക്കൻഡ് സമയത്തിൽ. ചൈന വെടിമുഴക്കുമ്പോൾ. സിക്കിം അതിർത്തിയിലെ തർക്കപ്രദേശമായ ദോക്ലാമിൽ ഇന്ത്യക്കെതിരെ സൈനിക നടപടിക്കൊരുങ്ങി ചൈന. ദോക്ലാമിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തെ പിന്തിരിപ്പിക്കാൻ 2 ആഴ്ചയ്ക്കകം ചൈന നടപടി തുടങ്ങുമെന്ന് റിപ്പോർട്ട്. ആശങ്ക പടർത്തുന്ന വാർത്ത പുറത്തുവിട്ട് ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ ഗ്ലോബൽ ടൈംസ്. അതിർത്തിയിലെ സംഘർഷം പരിഹരിക്കാൻ തങ്ങൾ അങ്ങേയറ്റം ശ്രമിച്ചെന്നും സംയമനത്തിന് അതിരുണ്ടെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയും ചൈനയും ഭൂട്ടാനും അതിർത്തി പങ്കിടുന്ന ദോക്ലാമിലെ സംഘർഷങ്ങൾക്ക് തുടക്കം ഈ മേഖലയിൽ ചൈനയുടെ പുതിയ റോഡ് നിർമ്മാണത്തോടെ. പ്രശ്നപരിഹാരത്തിന് സംഘർഷമല്ല, നയതന്ത്ര ശ്രമമാണ് ആവശ്യമെന്ന നിലപാടിൽ ഇന്ത്യ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.